ഡിയേഴ്സ്, ഞാൻ അഞ്ജലി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മത്തിക്കൊക്കെ നല്ല വിലയുള്ള സമയമാണെന്നറിയാം. എന്നിരുന്നാലും വേണ്ടില്ല, നമുക്കൊരു നല്ലൊരു മത്തിക്കറി ഉണ്ടാക്കി നോക്കിയാലോ. 1/2 കിലോ മത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് നന്നായി ഗ്രൈൻഡ് ചെയ്തൊന്ന് മാറ്റി വെക്കണം. ശേഷം നമുക്ക് ഒരു കറിച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ചു. എണ്ണ ചൂടായി വന്ന് കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കറിക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ നമ്മൾ ഇട്ടൊന്ന് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ചാറ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്നും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് തക്കാളിയും വേവാനുണ്ട്, മീനും വേവാനുള്ള വെള്ളം നമുക്ക് അതിൽ നിന്ന് കിട്ടണം. ചാറൊന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോഴേ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുത്ത് നന്നായി തിളച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓരോ മീൻ കഷ്ണങ്ങളും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കഴിവതും ആ സ്പൂണും കൊണ്ട് തന്നെ പതിയൊന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മീനിന് അതൊരു കഷ്ണങ്ങളെല്ലാം വിട്ടു പോകാൻ ഇടയാകും. എനിക്ക് മീൻ മേടിച്ചപ്പോൾ തന്നെ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഈ കറിയിലേക്ക് തന്നെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വേകാൻ അനുവദിക്കുക. ചാറെല്ലാം ഒന്ന് തിളച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് പാത്രം അടുപ്പിൽ വെച്ചു. ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ നമ്മളൊരു പാത്രം കൊണ്ട് മൂടി വെച്ചു. ഒരു 2-3 മിനിറ്റിന് ശേഷമാണ് കഴിക്കാനായിട്ട് എടുക്കുന്നത്. ഇന്നത്തെ മീൻകറി നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.